ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മൊയിലിൻ്റെ തീറ്റേനെ പറ്റിയിട്ടാണ്. ഇത് ക്യാബേജിൻ്റെ ഇലയാണ്. ഈ ഇല മൊയിലിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ ഇത് ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇത് ചന്തയിൽ നിന്ന് പോയിട്ട് എടുത്തതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചന്തയിൽ എപ്പോഴും പോണതായിരിക്കും. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്തിട്ട് വരും. ഇങ്ങനെ മൊയിലിന് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും. ഇത് ഫസ്റ്റ് ലെയറാണ്. ക്യാബേജിൻ്റെ ഫസ്റ്റ് ലെയർ അവർ പൊളിച്ചിട്ട് ഇത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മുയലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ആർത്തി പിടിച്ച് തിന്നണ ഒരു ഐറ്റമാണ്. ക്യാരറ്റ് ആയാലും ഇതായാലും ഇത് ലെസ് എക്സ്പെൻസീവ് അല്ലേ. ഇത് എക്സ്പെൻസീവേ ഇല്ലാത്തൊരു സാധനമാണ്. ക്യാരറ്റിനാണെങ്കിൽ എക്സ്പെൻസീവ് കൂടുതലല്ലേ. അതപ്പോൾ മേടിച്ചിട്ട് കൊടുക്കൽ എത്ര നടപടിയാണ് കേസല്ല. അപ്പോൾ ഇവിടെ എനിക്ക് 10 മുയലോളം ഉണ്ട്. 3 കൂടുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ കൂട്ടിലിട്ടേക്കണത് ഒരു പ്രസവിച്ചൊരു തള്ളേനെയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺമുയലിലിട്ടുണ്ട്. അതിന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരെണ്ണത്തിനെയും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് തിന്നോളും. അതിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കണ്ടില്ല, ആർത്തി പിടിച്ചിട്ട് തിന്നുകയാണ്. ഈ ചുമന്ന കണ്ണുള്ളതാണ് പ്രസവിച്ചത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ മാറ്റിയിട്ടേക്കാണ്. അത് ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റില്ല. പിന്നെ ഇപ്പുറത്തുള്ളത് ഒരു 4 മാസത്തോളം എത്തിയതാണ്. പെട്ടെന്ന് വലുതാവും മുയലുകൾ. ഇതിനകത്ത് പെണ്ണും ആണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരിടത്തരം ആയി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി ഈ കാണുന്നതൊക്കെ വലിയ മുയലുകളാണ്. ഇത് ഒരു വർഷത്തോളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടത്. ഇതിനകത്ത് ഒരു നടുക്ക് നിൽക്കണ ആ മുയൽ മണത്ത് നിൽക്കുകയുള്ളൂ. അത് കഴിക്കണില്ല. അത് എന്താണെന്ന് നോക്കണം. അത് കാലത്ത് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിക്കണ്ടായിരുന്നു. മറ്റേ ചോളത്തോട് ഒക്കെ ഇട്ട് കൊടുത്ത് കുഴച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ കഴിക്കണില്ല. നോക്കണം, എന്തൊക്കെ കാര്യം നോക്കണം. തീറ്റ എടുക്കാത്തത് പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കേണ്ടതായിട്ട് അത് ഇഷ്ട ഭക്ഷണമാണ് ഈ ക്യാബേജിൻ്റെ ഇല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മൊയിലുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ക്യാബേജിൻ്റെ ഇല കൊടുക്കുക. അത് പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. അതിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും.